രാജു രാജു ഇങ്ങനെ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഋതു, നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കും സന്തോഷം ഉണ്ടാവണം. വീട് സ്വസ്ഥമായിരിക്കണം. ശ്രീലക്ഷ്മി വീടിനകത്ത് ഇങ്ങനെ മനസ്സുരുക്കിയിരിക്കുമ്പോ നമ്മൾ എങ്ങനെ ചിരിക്കാ ഋതു? രാജു പറയുന്നത് ശരിയാ. ശ്രീയുടെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നത്. രാജു, ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. രുക്മിണി ആന്റി ഇല്ലാതെ ഹരീഷിനോട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച അവൻ കേക്കൂ ഋതു. രാജു, പേഴ്സണലായിട്ട് നോക്കുമ്പോ ഈ ഹരീഷ് വളരെ നല്ലവനാ. അവൻ അവന്റെ അമ്മയോട് ചേരുമ്പോഴാ പോയ്സണായി മാറുന്നത്. ഋതു പറയുന്നത് ഒരു പരിധിവരെ ശരിയാ. അന്ന് ഞാൻ അവന്റെ പെങ്ങള് രമ്യയെ കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടും അവൻ ശ്രീയെ താലികെട്ടിയില്ലേ, ഉപേക്ഷിച്ചില്ലല്ലോ. അതെ, കറക്റ്റാ. അത് മാത്രമല്ല ഋതു, അവന്റെ അമ്മയും അമ്മാവനും ഒക്കെ വന്ന് ഇവിടെ ഇടിയും കോലാഹലവും ഒക്കെ നടത്തിയപ്പോ അവൻ നെഞ്ചു മിരിച്ചു നിന്നു. അവന്റെ സർട്ടിഫിക്കറ്റ് വരെ അവര് നശിപ്പിച്ചു കളഞ്ഞു. ഈ വളകാപ്പിന് അവരെ വിളിക്കും വരെ ആരുടെ ഒരു സപ്പോർട്ടും കൂടാതെ അവർ രണ്ടുപേരും മാറി താമസിച്ചില്ലേ? പക്ഷേ അവന് ഒറ്റയ്ക്ക് കിട്ടാൻ എന്തോ ഒരു വഴി. രാജു, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അത് വർക്കൗട്ട് ആവോന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും വല്യമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വേറൊരു വിഷയത്തിന്റെ ഹെൽപ്പ് വേണം. രാജു, ഞാനിപ്പോ വരാം. ഇവൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാനും വയ്യ. ഇവനെ ഇങ്ങോട്ടാക്കണം. ചെവിയിൽ ഓതി ഓതി ഇവന്റെ മനസ്സ് മുഴുവനായിട്ട് അങ്ങ് മാറ്റണം. ഇപ്പൊ പകുതി മനസ്സ് അവളോടൊപ്പവും പകുതി മനസ്സ് എന്നോടൊപ്പോ. മോനെ, നീ എവിടെ പോയതാടാ? ഞാൻ വഴി വരെ പോയതാ. നീ എന്തിനാടാ മോനെ ഈ വാടിയ മുഖമായിട്ട് ഇങ്ങനെ തേരാ പാരാ നടക്കുന്നേ? എടാ മോനെ, ആരെങ്കിലും കണ്ടാ ജീവിതം മൊത്തം തകർന്ന ഏതോ ഒരുത്തനാണെന്ന് വിചാരിക്കും. നിന്റെ ജീവിതം ഒന്നും തകർന്നിട്ടില്ല മോനെ. തകർന്ന ജീവിതമൊക്കെ നമുക്ക് ശരിയാക്കുന്നതേ ഉള്ളൂടാ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. അതിനിവിടെ തന്നെ നിൽക്കാം. ഈ രുക്മിണി വിഷോ? സാവിത്രിയേക്കാൾ വലിയൊരു വിഷം ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നീ ഇങ്ങനെ വാടി തളർന്ന് നിരാശ കാമുകനെ പോലെ നാട്ടും പുറത്ത് കറങ്ങി നടക്കരുത്. എടാ മോനെ, ആൾക്കാരൊക്കെ അതും ഇതും ഒക്കെ പറയും. നമുക്ക് ഈ നാട്ടിലൊരു സൽപ്പേരൊക്കെ ഉണ്ട്. അതെന്റെ പൊന്നു മോൻ കളഞ്ഞു കുളിക്കരുതേ.